ഫ്രണ്ടില് നിന്ന് ഒരാള് ഫോണിൽ സംസാരിക്കണേ ഇനി കേക്കാം. എല്ലാരും ചിരിക്കുന്ന ബസ്സിനകത്തിരുന്നു. ചീത്ത എന്തിനാ ചീത്ത വിളിക്കണേ? കലിപ്പ് എല്ലാം കലിപ്പായി. ബസ് ഫുള്ള് കലിപ്പ്. പൊതു മുതലാണ് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല. അതൊക്കെ വിഷയോടാ ഇവിടെ. കണ്ടക്ടറെ വെളിയിറങ്ങാൻ പറഞ്ഞാൽ അവനെ 10 തള്ളക്കി. ഞാൻ പൈസ തന്ന് ടിക്കറ്റ് എടുത്തെങ്കിൽ നീ വായും വെച്ച് മുണ്ടായിരിക്കണം എന്ന് പറഞ്ഞോണ്ട് ഇവര് മറ്റേ ട്രാൻസ്ജെൻഡേഴ്സ് ആണ് ഗൈസ്. അവരാണ് ഈ കലിപ്പ് അത്രയും ഉണ്ടാക്കണത്. ഒറ്റ മനുഷ്യ ഒന്നും ചെയ്യാൻ പറ്റൂലേ? എന്ത് ചെയ്യാൻ പറ്റും? ഇനിയും എല്ലാം പറഞ്ഞാൽ മൂക്കിൽ നിന്ന് രക്തം വരും. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തുതരാം. Missed what? Her laugh. Hey guys, welcome back to my channel. അപ്പോൾ iPhone 14 Pro Max വ്ളോഗ് എന്ന് പറഞ്ഞ സംഭവം നമ്മളിപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത്. ട്രെയിനകത്ത് നിൽക്കാനാണെന്ന് അറിയാമല്ലോ. നമ്മൾ എങ്ങോട്ട് പോകണമെന്നുള്ളത് കാണുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ടൈം ലാപ്സ് വീഡിയോ ഇതിൽ നിന്നുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട്. 1x 2x 3x അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വിത്ത് അൾട്രാ വൈഡ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ എങ്ങോട്ടാണ് എവിടെയാണ് പോകണമെന്നുള്ളത് പറഞ്ഞു. ഓക്കെ, ഇങ്ങനെ അടിക്കാം അല്ലെങ്കിൽ താഴെ പോകും. So why do you take a camera everywhere you go? I don't know. Just habit, I guess. അതെ ഗൈസ്, ഇത്രയും നേരം നിങ്ങൾ കണ്ടതെന്ന് പറഞ്ഞാൽ അൾട്രാ വൈഡ് 1x 2x 3x റെക്കോർഡ് ചെയ്ത ടൈം ലാപ്സ് വീഡിയോ ആണ്. ഞാനിപ്പം നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ്. എപ്പോഴും നമുക്ക് തിരുവനന്തപുരം തന്നെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്കൊന്ന് കന്യാകുമാരിയിലേക്ക് പോയാലോ? ഞാനപ്പം ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഗൈസ്, 50 രൂപ. ഇപ്പം 12:45 ആയിട്ടുണ്ട്. 1:15 ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞ് കന്യാകുമാരി പോയി അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം അല്ലേ? എന്റെ അമ്മച്ചി, ഇത്ര ജനവും! നമ്മുടെ ശതാബ്ദിയിലൊക്കെ വരുന്ന സീറ്റിനെക്കാൾ എന്തുകൊണ്ടും അടിപൊളിയാണ്ട ഈ സീറ്റ്. നല്ല സ്പേസ് ഉണ്ട് ഇവിടെ, നോക്കിയേ. പിന്നെ ഇത് കണ്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. നമ്മൾ ഇക്വാളിറ്റിയുടെ യുഗത്തിലാണ് ജീവിക്കുന്നത് ഗൈസ്. അതുകൊണ്ട് ഇതൊന്നും ഒരു വിഷയമല്ല. ഇപ്പോഴും കുളിത്തുറ വെസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സിനിമാറ്റിക് 3x റെക്കോർഡ് ചെയ്യണത്. ഈ ഗ്രില്ല് കിടക്കണോണ്ട് ഫോക്കസ് ഗ്രില്ലിൽ പിടിക്കുമ്പോൾ നമ്മൾ ആ ഒരു എഴുത്തിൽ ഫോക്കസ് കൊടുത്താൽ ഫോക്കസ് അതിലോട്ട് പോകുന്നതാണ് കേട്ടോ. ഇതാണ് അതേ സിനിമാറ്റിക് 1x എടുക്കുന്നത്. ഇവിടെ നിന്നാണ് ആ 3x ലോങ് ഷൂട്ട് ചെയ്തത് കേട്ടോ. എണിയൽ എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞപ്പോൾ നമുക്ക് നിറച്ച് തെങ്ങും പാടവും അതുപോലെ തന്നെ ദൂരെ മലയും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. ഇവിടെ ഫുള്ള് തെങ്ങുംപാടവും വാഴത്തോട്ടവും ഉണ്ടായി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 1 കിലോമീറ്റർ മുമ്പ് തൊട്ടേ തുടങ്ങിയതാണ് ഈ തെങ്ങുംപാടം. അടിപൊളിയല്ലേ? ഈ റെയിൽവേ പാളം ഉള്ള സ്ഥലങ്ങളുടെ തെങ്ങുകൾക്കൊക്കെ നിറച്ച് കായ്ഫലം കൂടുതലെന്നാണ് പറയണത്. ആരോ പറഞ്ഞു കേട്ടേണ്. അത് ഉള്ളതാണെങ്കിൽ കമന്റ് ചെയ്യുക ഗൈസ്, അങ്ങനെയാണോന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ ആ വാഴത്തോട്ടങ്ങള്. നമ്മുടെ കേരളത്തിലെ വാഴത്തോട്ടവും തമിഴ്നാട്ടിലെ വാഴത്തോട്ടവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം. ഇവിടുത്തെ വാഴത്തോട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ അടുക്കിന് നട്ടയും. നമ്മുടെ കേരളത്തിൽ ഇത്രയും അടുക്കിന് നടത്തില്ല, മനസ്സിലായ? ഇത്രയും അടുപ്പിച്ച് നടുന്നത് എന്തിനാണോ അയ്യോ ചമരി. ആരെങ്കിലും കത്തിച്ചതാണോ വെയിലത്ത് കത്തണതാണോന്ന് അറിഞ്ഞൂടാ. അമ്മാതിരി ചൂടാണ് ഗൈസ്. പിന്നെ കേരളവും തമിഴ്നാടും തമ്മിൽ ഇപ്പം വലിയ ചൂടിന് വ്യത്യാസമൊന്നുമില്ല. എവിടെ ഇരുന്നാലും ശവായി പെട്ടിക്കാതിരിക്കും പോലെ തന്നെ. നെൽപ്പാടമാണെന്ന് തോന്നുന്നു. ഗൈസ് ഒരു മദാമയുണ്ട് ഗൈസിന്റെ കൂടെ.
കാണുന്ന മലനിരയ്ക്ക് അപ്പുറം നമ്മുടെ കേരളമാണ് ഗൈസ്. ഓ കേരളമേ, ഞാൻ ഇപ്പത്തെ തമിഴ്നാടാണ്. എന്ത് ലുക്കല്ലേ എന്റെ മോനെ. ഈ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൊളിയാണ് കേട്ടോ. വാവ്, മദാമയും തകർത്തിട്ട് ഷൂട്ട് ചെയ്യാണ്. പെർഫെക്റ്റ്. നാഗർകോവില് ടൗൺ സ്റ്റേഷൻ ആവുമ്പോഴത്തേക്ക് കണ്ട, നാഗർകോവിൽ ടൗൺ സ്റ്റേഷൻ അതാവുമ്പോഴത്തേക്കും നല്ല പച്ചപ്പ് നിറഞ്ഞു കിടക്കുന്ന നെൽപ്പാടം നമുക്ക് കാണാം ഗൈസ്. ഈ വറ്റി വരണ്ട് കിടക്കുമ്പോഴും ഇവരിവിടെ നെൽകൃഷി ചെയ്യുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. എങ്ങനെയൊക്കെ വെള്ളം എത്തിക്കണമെന്നോ ഇവിടെയൊക്കെ. എന്തായാലും കൊള്ളാടെ. ഇവിടെയൊക്കെ പണിയൊക്കെ ആദ്യം കിടിലുമായിട്ട് നടക്കണുണ്ട്. സംഭവങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. പഴയ പോലത്തെ സെറ്റപ്പുകളൊന്നും അല്ല. വാവ്, എന്റെ ബാഗ് അവിടെ കിടക്കുകയാണ്. എന്തരാവും എന്തോ, തിരിച്ച് കിട്ടിയാൽ മതി. തന്നെ അതൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. അയിമറ്റ് പൊളി. ഓരോരുത്തരും തലയിടും, നോക്കിയിരുന്നു. അപ്പം കിട്ടും അവനെ. തലയിട് കുഞ്ഞേ. ഇട്ട് കണ്ടാ, അതാണ് ബംഗാൾ. ഉമ്മർക്ക് ഇവിടെ ഇരുന്നാലേ പോകാൻ പറ്റുള്ളൂ മച്ചി. അവിടെ കളഞ്ഞു. എന്ത് രസമാണെന്ന് നോക്കിയാണ് ഗൈസ്. നമ്മുടെ നാട്ടില് തിരുവനന്തപുരത്ത് ഇതുപോലെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. നമ്മളെ വീടിനടുത്ത് തന്നെ കുറച്ച് സ്ഥലമുണ്ട്. വൈകുന്നേരമൊക്കെ അവിടെ വന്നിരിക്കും. എന്ത് രസമാണെന്ന് അറിയാം. അതാണ് നമ്മുടെ ട്രെയിൻ. ഇതാണ് ട്രെയിനിന്റെ ഫ്രണ്ട്. വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ നോർത്തിലോട്ടൊക്കെ പോണ സമയത്ത് ഈ വെളിയിലോട്ട് ഫോൺ വെച്ചിട്ട് ഇന്ന് ഷൂട്ട് ചെയ്യണ പരിപാടിയൊക്കെ നിർത്തിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ മറ്റേ പൊന്തംകാട്ടിലൊക്കെ യവന്മാർ ഇങ്ങനെ ഇരിക്കും, അടിച്ചിട്ട് കളയും. ഫോണിനെ അടിച്ചിടും, നമ്മൾ എടുക്കുക ഇറങ്ങിയാൽ നമ്മളെ അടിച്ചിടും. അതുകൊണ്ട് അകത്ത് നിന്നുള്ള ഷൂട്ടിംഗ് ഒക്കെ മതി. കേരളം തമിഴ്നാടൊക്കെ ആകുമ്പോൾ വലിയ കലിപ്പില്ലടേ. അങ്ങോട്ടും പോകുമ്പോഴാണ് സീൻ. ഓക്കെ, കുറെ വീഡിയോസ് കാണാതില്ലേ? കൊച്ചി എത്തി, കാറ്റുണ്ട്. ഇതാണ് ഗൈസ് നാഗർകോവിൽ ജംഗ്ഷൻ. എത്ര എഞ്ചിൻസ് ആണ് ഇവിടെ ഒതുക്കിയിട്ടേക്കുന്നത്? 1, 2, 3, പിന്നെ അത്രേ ഉള്ളൂ. ഇടയി എന്താ ഇടയി നാഗർകോവിലെ? ഒന്നുകൂടെ കാണിച്ചാടായി. ഇല്ല കേട്ടോ, ബാക്കിയെല്ലാം ബോഗീസാണ്. 1, 2, 3, 4, 5, 6, 7 പാളം ഉണ്ടായി. നല്ലേ. നൈസ് നൈസ്. 30, 43, 6. ഏത് വണ്ടിയാന്ന് ഇതൊക്കെ? നാഗർകോവിൽ ജംഗ്ഷനിൽ വണ്ടി പിടിച്ചിട്ടൊക്കെയാണ് ഗൈസ്. കുറെ നേരം, അരമണിക്കൂറിന് മുകളിലായി. ഇതാണ് ഫ്രണ്ട് ക്യാമറയിലെ ഒരു ഫുട്ടേജ്. ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാറില്ല. ഞാൻ എപ്പോഴും ബാക്ക് ക്യാമറയിൽ അൾട്രാ വൈഡിലിട്ട് ഷൂട്ട് ചെയ്യാറുള്ളൂ. വലിയ കുഴപ്പമില്ല, അങ്ങനെ ഇരിക്കുന്നു. ജാളി ആയിട്ടിരിക്കണം. സെറ്റ്. സീറ്റൊന്നും വൃത്തിയില്ലല്ലേ, ലോക്കലല്ലേ, അത്ര വൃത്തിയൊക്കെ പ്രതീക്ഷിക്കാം. പക്ഷെ താഴെയൊക്കെ പഴയ പോലത്തെ വൃത്തി ഇല്ലായ്മയൊന്നുമില്ല. ഈ എപ്പോഴും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ബാറ്റിന്റെ അടുത്തേക്കുന്ന ടീം എന്തായാലും കൊള്ളാം. വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് താഴെയൊക്കെ. സീറ്റിന്റെ ഒക്കെ ഈ ഒരു വൃത്തിയേട് ഉള്ളൂ. അതിന്റെ മിഷ്യമുള്ള ആസല്ല, ലോക്കൽ എക്സ്പീരിയൻസ്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ വരുമ്പോൾ നമുക്ക് നല്ലപോലെ ചൂട് അനുഭവപ്പെടുമായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചൂടെന്ന് പറഞ്ഞ സാധനം നമുക്ക് അടിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അമ്മാതിരി ചൂടാണ് കഴിച്ച്. ഇവിടൊക്കെ മൊത്തം വെയിലടിച്ച് കറങ്ങി നിൽക്കുമ്പോൾ നമുക്കൊരു വിഷയമില്ല. താങ്ക്സ് കാലാവസ്ഥ. കരിഞ്ഞ് ജാമായിരുന്നാ കൊള്ളാം. എന്തായാലും ഇപ്പൊ ട്രെയിൻ എടുത്ത് ഒരു അരമണിക്കൂറിൽ കന്യാകുമാരി എത്തും. നമുക്ക് മിക്കവാറും സൺസെറ്റ് ക്യാപ്ചർ ചെയ്യാനുള്ളൊരു അവസരമാണ് ആ ട്രെയിൻ ഡിലേ ആക്കിയത് നമുക്ക് കിട്ടിയത്. എന്തായാലും കൊള്ളാം. മറ്റേ ഗോൾഡൻ മറ്റേ റൂഫൊക്കെ ഉള്ളത് മറ്റേ അത് അപ്പുറത്തായിരുന്നു. നമ്മൾ ബൈക്കിൽ വരുന്ന സമയത്ത് എങ്ങനെയാ വരുന്നത്? ബൈക്കിൽ വരുന്ന സമയത്ത് ഞാൻ മുമ്പ് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. നമ്മളിതോ ആ കാണുന്ന ക്ഷേത്രം, അവിടെ നിന്ന് നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് പോകാൻ പറ്റും. അവിടെ നിന്ന് ഈ സ്ട്രെയിറ്റ് പോകാനും പറ്റും. ഈ സ്ട്രെയിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ബൈക്കിൽ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് മറ്റേ റോട്ടിൽ കയറിയിട്ട് വേണം പോകാനുള്ളത്. ഈ റോഡ് കണ്ട, ആ കാണുന്ന റോഡ് വഴിയാണ് നമ്മൾ ബൈക്കിൽ പോണത്. ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ പോണേട്ടാ കന്യാകുമാരിയിൽ. 1 വർഷം മുമ്പത്തെ എന്റെ ബ്ലോഗിൽ ഞാൻ ആ മലയൊക്കെ കാണിച്ചിട്ടുണ്ട് ഗൈസ്. അന്ന് സാംസങ് ഗാലക്സി F64 4Gയിലാണ് ഞാനത് റെക്കോർഡ് ചെയ്തത്. അത് ബൈക്കിൽ പോയതായിരുന്നു കേട്ടോ. അന്നൊക്കെ ആ റോഡിന്റെ പണി കിടക്കണേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴൊക്കെ എന്താ അവസ്ഥ ആയാന്തോ. എങ്ങനെ പോയാലും 1 വർഷത്തിന് മുകളിലാവും അത്. എന്തായാലും നെൽപ്പാടമൊക്കെ കൊള്ളാടെ. കേരളമൊക്കെ ഇതുപോലെ നല്ല നെൽപ്പാടങ്ങൾ വന്നിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനല്ലേ. ഇതൊരു മലയടേ, കേടില്ല. ഓപ്പോസിറ്റ് നമ്മൾ മറ്റേ മിസ്റ്റർ ബീന്റെ ഷോയിലൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ പുല്ലൊക്കെ വെട്ടി ഇങ്ങനെ കറക്കിയിട്ടേക്കുന്നത്, അതുപോലത്തെ സാധനങ്ങൾ കൊള്ളാം. ഈ ചമ്പ് ട്രെയിന് വീണ്ടും സ്ലോ ആയിട്ടാ. ഇവരെവിടെ പിടിക്കണോ തുടങ്ങി. അതൊക്കെ ട്രാക്ടർ ഗൈസ്. 1080p 60 ആണ് കേട്ടോ. ട്രാക്ടറിനെ സൂം ചെയ്യാണ്.
നമുക്ക് 4K-യിലായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് അൾട്രാ വൈഡിൽ നിന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല 14 Pro Max-ൽ. അത് 15 തൊട്ടേ ഉള്ളൂ കേട്ടോ. 15-ലാണ് നമുക്ക് 4K-യിലും ഡയറക്റ്റ് നമുക്ക് സൂം ഏറ്റവും മാക്സിമം വരെ പോകാൻ പറ്റണത്. ദോവട എൻ്റെ നെല്ല് ഇത് ചെയ്യണ വണ്ടിയാണ് കേട്ടോ. കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 4K-യിൽ കാണിച്ചു തരാം. ഇതിപ്പോൾ 4K-യിൽ ഞാൻ 4x 5x 9x വരെ സൂം ചെയ്തതാണ് കേട്ടോ. അതാണ് നെല്ല് എടുത്തുകൊണ്ടിരിക്കുന്ന മെഷീൻ, വിളവെടുക്കുന്ന മെഷീൻ. ആമ്പൽ പൂക്കൾ കണ്ട ഗൈസ്, മൊട്ടായിട്ട് നിൽക്കുന്നേ ഉള്ളൂ, വിരിഞ്ഞിട്ടില്ല. 3x-ൽ നമുക്ക് സൂം ചെയ്ത് 9x പോകാൻ പറ്റില്ല. ഇത് 4K ആണ് കേട്ടോ ഈ സാധനം. ഇവിടുന്ന് നമുക്ക് അൾട്രാ വൈഡൊന്നും പോകാൻ പറ്റില്ല, തിരിച്ച് കട്ട് ചെയ്താലേ പോകാൻ പറ്റും. 4K 60 FPS കന്യാകുമാരി ക്യാബിൻ നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. അടിപൊളി. അൾട്രാ വൈഡ് ആക്കാൻ പറ്റൂല, ഈ ചമ്പിന്റെ ഒരു കുഴപ്പം അതാണ് ഗൈസ്. നമ്മൾ കന്യാകുമാരിയിൽ കാല് വെച്ചു ഗൈസ്. പിറകിലാണ് സൂര്യൻ, അതുകൊണ്ട് ഫുട്ടേജ് ഇച്ചിരി ഡാർക്ക് ആയിരിക്കും. ഇതാ തിരക്ക് കണ്ട, ഈ തിരക്കിന്റെ ഒരു 250 ഇരട്ടി തിരക്കാണ് തിരുവനന്തപുരത്ത് ഇന്ന് നാളെ ഉണ്ടാവണം. കാരണം നാളെയാണ് തിരുവനന്തപുരത്ത് എന്താണ് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല. ഇവിടെ ഭയങ്കര ജനങ്ങളുടെ ഭയങ്കര ജനം, അതിന്റെ കൂട്ടത്തിൽ മൈക്ക് സെറ്റും ബഹളവും വിഷയങ്ങളും. ഇനി ഇവിടെ നിന്ന് നമുക്ക് 1 കിലോമീറ്റർ എന്തോ ആണ് ബീച്ചിലോട്ട് പോകുള്ളത്. ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും കഴുകിയടായി. ഞാനാണെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു ഇഡ്ഡലിയിലെ പകുതിയെ കഴിച്ചുള്ളൂ ഗൈസ്. അങ്ങനെ ഞാൻ ടമ്മൻ ഇറങ്ങിയാണ്. രാവിലെ 10 മണിക്ക് എണീച്ചപ്പോൾ 100% ചാർജ് ആയിരുന്നു. അവിടുത്തെ 12 മണി വീട്ടിൽ ഫോണ് കുറേ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നു. അപ്പോൾ ഏകദേശം ഒരു 80-നകത്ത് ആയായിരുന്നു. ദെൻ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം ഏകദേശം 40-നകത്തേ ഉള്ളൂ. കുറേ ഷൂട്ട് ചെയ്തു, അതെല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമുക്കിനി പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ചാർജ് തീർന്നതിന് മുമ്പേ ചാർജൊക്കെ ചെയ്തിട്ടൊക്കെ നമുക്കിനി തിരിച്ചു വരേണ്ടി വരും. അല്ലാതെ ഫുൾ ഡേ ഇതിൽ കിട്ടത്തില്ല. അത് ഐഫോണേ അങ്ങോട്ട് പോകാം ഗൈസ്. അതുവഴിയാണ് പുറത്തിറങ്ങാൻ അറിഞ്ഞോളാം. നോക്കട്ടെ ഗൈസ്. നമ്മൾ വന്ന ട്രെയിന് ഇതെന്ന് പറയുമ്പോൾ കൊല്ലത്ത് നിന്ന് കന്യാകുമാരി വരെ പറഞ്ഞിട്ടുണ്ട്. കൊല്ലം, ട്രിവാൻഡ്രം, കന്യാകുമാരി, നാറോല് ജംഗ്ഷനിൽ ഇത് കുറച്ചു നേരം പിടിച്ചിടും. അതാണ് അത്ര ഡിലേ കാണിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ 1.5 മണിക്കൂറിന് എത്തേണ്ട സാധനമാണ്. 3 മണിക്ക് നമ്മൾ, അതായത് 1 മണിക്ക് നമ്മൾ അവിടെ നിന്ന് കയറാൻ നിന്നതാണ്. 1:30-ക്കാണ് ട്രെയിൻ എടുത്തത്. ഇപ്പം 16 മനസ്സിലായില്ലേ? 3 മണിക്കൂർ എടുത്തു ഗൈസ് നമ്മൾ ഇവിടെ വരാനായിട്ട്. അത് ഭയങ്കര ശോകമായി പോയി. നമുക്ക് പുറത്തോട്ടിറങ്ങാം. ഇതാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ കൊച്ചുവേളിയിലേക്ക് ഒരു ചെറിയ വൈബ്. അത്ര വലുതൊന്നും അല്ല, കുഴപ്പമില്ല. ഓട്ടോറിക്ഷക്കാർ നിരന്ന് കിടക്കുന്നു. എങ്ങോട്ട് പോകണമെന്നൊക്കെ ചോദിക്കും. ഇപ്പം നമ്മൾ ഡൽഹിയിലായിരുന്നെന്നുണ്ടെങ്കിൽ നമ്മളെ വന്ന് പൊതിഞ്ഞെടുത്ത് കൊണ്ടുപോയേനെ. ആഗ്ര, ഡൽഹി, അങ്ങോട്ട് നോർത്ത് ഫുള്ള് അങ്ങനെ തന്നെ വന്നിറങ്ങിയാൽ നമ്മൾ അമത്തിക്കളയും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നീയൊക്കെ വേണമെങ്കിൽ വന്ന് കയറി പൊയ്ക്കോ എന്നാണ് പറയണത്. ഇതിൻ്റെ ഒരു പുറത്തെ ലുക്ക് കാണിച്ചു തരാം. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ കണ്ടോളൂ ഗൈസ്. ദിസ് ഈസ് ദ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ. ഇത് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് കന്യാകുമാരി. വാവ് അല്ലേ, ഒരു പഴയ ടച്ച്. നമുക്ക് ഇറങ്ങിയിട്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ പോവാം. ഇതാണ് ഗൈസ് മായാപുരി വാക്സ് മ്യൂസിയം. ടിക്കറ്റ് ഒക്കെ അവിടെ എടുക്കണം അകത്ത് കയറാനായിട്ട്. നമ്മൾ പണ്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നൈസാണ്. കുറെ ആൾക്കാരുടെ വാക്സ് വെച്ചുണ്ടാക്കിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ലോകത്തിലെ ഇന്ത്യയുടെ ആദ്യത്തെ വാക്സ് മ്യൂസിയം ഉള്ളത് കന്യാകുമാരിയിലാണ്. അങ്ങനെ എന്തോ ഒരു ഇതൊക്കെ ഉണ്ട്. അത് ഇതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പണ്ട് സ്കൂളിൽ നിന്ന് പോയിട്ടുള്ളതാണ്. അപ്പൊ അതിനെപ്പറ്റി അറിയാന്നുള്ളൊരു കമന്റ് ഗൈസ്. എവിടെ പോയാലും സംസം ഉണ്ട് ഗൈസ്. നമ്മളവിടുത്തെ സംസം അല്ല, വേറെ ഏതോ സംസമാണ്. നമുക്ക് അവിടെ കയറി ഫുഡ് അടിച്ചാല ഐ തിങ്ക് ബെറ്റർ ആയിരിക്കും ഗൈസ്. ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം കാണിച്ചു തരാം. ഇവരുടെ മെനു ആണ്. മെനു എന്ന് പറഞ്ഞാൽ ഒരു ഒടുക്കത്തെ മെനു. കുറേ ഐറ്റം ഉണ്ട്. മട്ടണിൽ തന്നെ ഗൈസ് കുറേ എന്ന് പറഞ്ഞാൽ കുറേ. നമുക്ക് മട്ടണിൽ തന്നെ ഇത്രയും ഐറ്റംസ് ഉണ്ട്. അത്യാവശ്യം വളരെ വലിയ മെനു ആണ്. ആംബിയൻസ് കാര്യങ്ങളൊക്കെ ഇതാണ്. കുഴപ്പമില്ല. ഞാൻ ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ പെട്ടെന്ന് വന്ന് മാറി കഴിച്ചാൽ പണി കിട്ടും ചിലപ്പം. അതുകൊണ്ട് ഇപ്പോൾ അത് നമ്മൾ കഴിക്കാം. ഇത് മാറ്റി വെച്ചു. ചാർജറിന് വേണ്ടി ഞാൻ ബ്രിക്ക് ഇവിടെ എടുത്ത് കുത്തി. ഇനി ഫോൺ ചാർജ് ചെയ്യട്ടെ. കഴിച്ചിട്ട് ചാർജ് ചെയ്തിട്ട് വരാം. ഫുഡ് വരുമ്പോൾ കാണിച്ചു തരാം. അവിടുത്തെ ഗ്ലാസ് ആണ്. ഐ തിങ്ക് ഇറ്റ്സ് ക്യാൻ വാട്ടർ. കാരണം നമ്മുടെ കൈ കഴുകാൻ പോയപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മുഖം കഴുകിയപ്പം തന്നെ ശകലം വെള്ളം നമ്മുടെ വായിക്കകത്ത് വരുമല്ലോ. ആയപ്പം തന്നെ എനിക്ക് മനസ്സിലായി. കാരണം കട്ടിയുള്ള വെള്ളമാണ് തമിഴ്നാട്ടിലെ വെള്ളം. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അവർ വെള്ളത്തിനെ ചൂടാക്കി എടുത്തല്ല. ഐ തിങ്ക് ഇറ്റ്സ് മിനറൽ വാട്ടർ തന്നെയാണ് കേട്ടോ. കൊള്ളാം. ആ പരിപാടി എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. തമിഴ്നാട് വരുമ്പോഴേ നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണ വെള്ളത്തിനാണ്. ബട്ട് ഇതൊരു സീനുമില്ല, പക്കയാണ്. നമ്മുടെ ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വെട്ടിക്കൂട്ടിയിട്ടിട്ടുണ്ട് ഗൈസ്. കളർഫുൾ ആയിട്ടിരിപ്പുണ്ട്. കൊള്ളാം കേട്ടോ. നല്ല മണമുണ്ട് കേട്ടോ. കൊള്ളാം. നൈസ്. അപ്പോൾ ഞാൻ ഇതൊന്ന് കഴിക്കട്ടെ ഗൈസ്. ഇതിൻ്റെ കുറച്ച് പോർട്രേറ്റും അല്ലാത്ത ഫോട്ടോ ഒക്കെ ഞാൻ എടുത്തിട്ട് ലാസ്റ്റ് ആഡ് ചെയ്തേക്കാം കേട്ടോ.
മുട്ടയുടെ മണം. കഴിച്ചിട്ട് വരാമേ, സാധനം പൊളിച്ചു കേട്ടോ. കഴിച്ചിട്ട് വരാം. എന്താ കുത്തക്മിനാറോ കലക്കിക്കൊള്ളാൻ പറഞ്ഞു. ഓക്കെ, എന്തിനാ ഇത്? ജപ്പാൻ കുടിവെള്ളത്തിന്റെ പൈപ്പാ. കുഴപ്പമില്ല. ഞാൻ ഗ്രീൻ ആപ്പിൾ എന്ന് അതിനെപ്പറ്റി ഓർമ്മിപ്പിക്കല്ലേ. ഞാൻ പാഷൻ ഫ്രൂട്ട് മൊയ്റ്റോൻ്റെ ഒരു ഫാനായി വരികയാണ് ഗൈസ്. നമ്മുടെ എവിടെ നിന്ന് നമ്മുടെ ബാർബിക്യൂ സ്പേസിൽ നിന്ന് കുടിച്ചതിന് ശേഷം എവിടെ പോയാലും ഇതാണ് ഇപ്പോൾ ഓർഡർ ചെയ്യണത്. സെറ്റാണ് കേട്ടോ സാധനം. കുടിച്ചു നോക്കില്ല, കുടിച്ചിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, കുഴപ്പമില്ല. ഇതാണ് ഇവിടുത്തെ ഫോൺ നമ്പർ, ഇതാണ് ഇവിടുത്തെ ലൊക്കേഷൻ, ഇതാണ് ഇവിടുത്തെ ബില്ല്. അത്യാവശ്യം അടിപൊളി ഫുഡാണ് കേട്ടോ. കന്യാകുമാരിയിൽ വരുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഫുഡ് കൊള്ളാം കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ 30% ചാർജ്. അവിടെ ചാർജ് ആയിട്ടിട്ട് ഫുഡ് കഴിച്ചിട്ട് വന്നപ്പം 70% ആയിട്ടുണ്ട്. അപ്പോൾ ഈ 30 to 70 കയറാനൊക്കെ എളുപ്പമാണ്. അതായത് 0 to 80 വരെ അത്യാവശ്യം ഫാസ്റ്റിന് കയറിക്കോളും. ആ 80 നിന്ന് തിരിച്ചിറങ്ങാനും അതുപോലെ ഫാസ്റ്റിന് ഇറങ്ങും. അതുകൊണ്ട് ഈ 70 നിങ്ങൾ നോക്കണ്ട. കുറച്ച് കഴിയുമ്പോൾ ചാർജ് ഇറങ്ങും. എന്തായാലും രാത്രി ആകുമ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളം ചാർജ് ആണെന്നുള്ളത്. ഇതോ ആ തേരി കഴിഞ്ഞ് ഇറക്കം ഇറങ്ങുമ്പോഴാണ് ബീച്ച്. ഗൈസ്, നമുക്ക് ബീച്ചിലോട്ട് പോവാം. സൺസെറ്റ് നമുക്ക് പിടിക്കായിരുന്നു. ഓക്കെ, ഭഗവതി അമ്മൻ ടെമ്പിൾ 400 മീറ്റർ ഇടത്തോട്ട്, ബോട്ട് ഹൗസ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാൻ 400 മീറ്റർ. അവിടെ നിന്നാണ് ബോട്ടിൽ കയറി നമ്മൾ മറ്റേ തിരുവള്ളൂരിന്റെ സ്റ്റാച്ചു ഒക്കെ കാണാൻ പോണത്. പിന്നെ സൺസെറ്റ് സ്ട്രൈറ്റ് ഗാന്ധി മണ്ഡപം സ്ട്രൈറ്റ് 400 മീറ്റർ. നമുക്ക് സൺസെറ്റും ഗാന്ധി മണ്ഡപത്തിന്റെയും അങ്ങോട്ട് പോവാം. മറ്റേ ബോട്ടിന്റെ അങ്ങോട്ടൊക്കെ പോയാൽ തിരുവള്ളൂരിന്റെ അങ്ങോട്ട് പോകാനുള്ളതൊക്കെ ചിലപ്പം ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ പണിയൊക്കെ കിടക്കില്ലേ, ഇടയ്ക്കിടയ്ക്ക് അവന്മാർ പണി ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ സൺസെറ്റിന്റെ അങ്ങോട്ട് തന്നെ പോകാം ഗൈസ്. കന്യാകുമാരി ബസ് സ്റ്റോപ്പ് കണ്ട. താഴോട്ട് പോണതിന് തൊട്ടിപ്പുറത്തായിട്ടേ നമുക്ക് ഇവിടെ കുറെ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ട്. അതായത് ഇവിടെ നിന്ന് പിടിക്കണ മീനുകളെ താഴോട്ട് പൊരിച്ച് കൊടുക്കപ്പെടുമെന്നുള്ള സംഭവമാണ്. നമ്മൾ ഫുഡ് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടൊന്നും വന്ന് കഴിക്കാത്തുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ചാർജിങ്ങിന്റെ ഓപ്ഷൻ ഒക്കെ കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചത്. അപ്പൊ ചാർജ് ചെയ്യാമല്ലോ. കന്യാകുമാരി പോലീസ് സ്റ്റേഷൻ കൊള്ളാം, നൈസ്. ഇവിടെയൊക്കെ നിങ്ങൾ വന്നിട്ടുള്ളതും ഞാൻ വന്നിട്ടുള്ളതും തന്നെ. പിന്നെ നമ്മളൊരു വലിയ യാത്ര പോണതിന് മുമ്പേ ചെറുതായിട്ടൊന്ന് പ്രിപ്പയർ ആവാൻ വേണ്ടി നമ്മളൊന്ന് എവിടെയെങ്കിലും ഒക്കെ ചെറുതായിട്ട് അടുത്ത് പോകണ നല്ലതാണ്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? ഗാന്ധി മണ്ഡപം, ബസ് സ്റ്റാൻഡ്, ബോട്ട് ജെട്ടി, ബീച്ച്. എന്തോ അവിടെ ഇനി കടല് കാണാൻ കഴിച്ചു. യാത്ര ഇടണം. എന്തോ പാവം ചെയ്തു. പാവം ചെയ്ത യാത്ര ഇട്ടാൽ തീരുമായിരുന്നെങ്കിൽ ഈ നാടൊക്കെ എന്നെ രക്ഷപ്പെടാനുള്ളായിരുന്നല്ലേ. ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്നത് ഫ്രണ്ട് ക്യാമറയിലെ സിനിമാറ്റിക്കിലാണ് ഗൈസ്. നിങ്ങൾക്ക് കുറച്ച് സിനിമാറ്റിക് വിഷ്വൽസ് ബാക്ക് ക്യാമറയിൽ ഷൂട്ട് ചെയ്തത് കാണിച്ചു തരാം. സാധാരണ ഇവിടേക്ക് എത്തിയ ഒടുക്കത്തെ തിരക്ക് പറഞ്ഞാണ്. ഇന്ന് തിരക്കുമില്ല, ഒന്നുമില്ല. ഇവിടെ ഉള്ള ഒരു ആറ്റ പൊങ്കാലിക്കും ഈയാടായി. കാരണം ഇവിടെയൊക്കെ വണ്ടി നിരന്നിരിക്കേണ്ടതാണ്. ഒരു തിരക്കുമില്ല. ഇതാണ് ഗൈസ് ഗവൺമെന്റ് മ്യൂസിയം കന്യാകുമാരി. ഞാൻ ഇത്രയും നാൾ വന്നിട്ട് ഇതിനകത്ത് കയറിയിട്ടില്ല, കണ്ടിട്ടുമില്ല. ടിക്കറ്റിൽ എടുക്കണോ എന്തോ. ഓക്കെ, 9:30 മുതൽ 5 o'clock വരെ ഉള്ളു ഗൈസ്. ഇത് ഇവിടെയും ഉണ്ട്, ഇതിനകത്തും ഉണ്ട് കേട്ടോ. 5 രൂപയാണ് ടിക്കറ്റിന്. 5 മണിയായ കറക്റ്റ് 5:01. 5 ഇവിടെ ഒരു കൃത്യനിഷ്ഠതകളായി. 5 മണി അടിക്കുമ്പോൾ അവിടെ പൂട്ട് വീണ് സംഭവങ്ങൾ. നമുക്ക് വേറെ ദിവസം വരുമ്പോൾ ഇതിനകത്ത് കാണാം കേട്ടോ. കുറെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട് കേട്ടോ. ഈ വെളിയിരിക്കണ എനിക്ക് കാണാൻ പോകുമ്പോൾ ചോദിച്ചപ്പോഴും ഒരു പറഞ്ഞ് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതാണ്ട് ഫുഡ് അലൗഡ് അല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് വരുമ്പോൾ നമുക്ക് കയറി കാണാം. ഇവിടെ ഫുള്ള് സ്പൈസസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല സ്പൈസസിന്റെ മണമാണ്. കൊള്ളാം. പിന്നെ ബാഗ് കാര്യങ്ങള് അങ്ങനത്തെ കുറേ ഉണ്ട്. ഷോപ്പിങ്ങിന്
സ്ത്രീകൾക്ക് വരാൻ പറ്റിയ സ്ഥലമാണ് ഗൈസ് കന്യാകുമാരി. എന്തൊരു സാധനം, എന്തെൻ്റെ വേരിരിക്കണം. സ്കൂളിൽ നിന്ന് കണ്ട പിള്ളേരെയൊക്കെ കൊണ്ട് നിർത്തിക്കുന്നുള്ളൂ. അതാണ് ഗാന്ധി മണ്ഡപം എന്ന് പറയുന്നത്. മുമ്പ് പിങ്ക് കളറായിരുന്നു, ഇപ്പം കളർ മാറ്റിയതാണല്ലേ. ഞാൻ ഇതിനകത്തൊക്കെ പോയിട്ടുണ്ട് ഗൈസ്, കയറിയിട്ടുണ്ട്. നിങ്ങൾ കാണണമെങ്കിൽ പറഞ്ഞത് ഞാൻ വേറൊരു ദിവസം ഒന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം. നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി തിരുവള്ളുവറിൻ്റെ ആ സ്റ്റാച്ചു നിങ്ങൾക്കൊന്ന് 3x കാണിച്ചു തന്നതിന് ശേഷം നമുക്ക് തിരിച്ചു പോകും. അവിടെ ടവറുണ്ട്, ആ ടവറിൽ പോയി കയറി നിന്നിട്ട് സൺസെറ്റ് കാണാം. അവിടെയും ടിക്കറ്റ് എടുക്കണം കേട്ടോ ടവറിൽ കയറാൻ. സാധാരണ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നോയ്സ് ക്യാൻസലേഷൻ മൈക്കില്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതാണ്. ഇപ്പോൾ ഐഫോണിൻ്റെ ഗുണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഗൈസ്. കാറ്റെന്ന് പറഞ്ഞ സാധനമില്ല, കാറ്റേ അടിക്കല്ല. പണ്ട് ഇവിടെ വരുമ്പോൾ എടുത്ത് മറിക്കുന്ന രീതിക്കാണ് കാറ്റടിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴേ നമുക്ക് മൈക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഞാൻ മൈക്കും കൊണ്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് അതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാറ്റില്ല, കാറ്റേ ഇല്ല ഗൈസ്. ഇപ്പോഴും അങ്ങോട്ട് ആളെ കൊണ്ടുപോക്കുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അവിടെ പണി നടക്കുമെന്ന്. ഇതാ അവിടെ പണി നടക്കുകയാണ് ഇപ്പോഴും. എന്നാലും ആളിപ്പോഴും പോകണുണ്ട്. അതോ അവിടെയൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്, നിങ്ങൾ കാണാതിരിക്കും. ഇപ്പോൾ 4K 60 FPS ഞാൻ സൂം ചെയ്തെടുക്കുന്നതാണ്. അതിനകത്ത് അടിപൊളിയാണ് കയറാൻ. അതിനകത്ത് ഭയങ്കര ഹൈറ്റിനാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങ് ചെല്ലുമ്പോഴാണ് നമ്മൾ ഞെട്ടി പോണത്. ആ സ്റ്റെപ്പിലൊക്കെ വെള്ള കളർ കണ്ട, ആ വെള്ള കളറിൽ കൂടെ നടക്കുമ്പോൾ നമ്മളെ കാലിൽ ചൂടടിക്കൂല, അല്ലെങ്കിൽ മൊത്തം പാറയാണ്, കാല് പൊള്ളും. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മുടെ സ്റ്റാച്യു. സെറ്റല്ലേ? പണ്ട് സുനാമി വന്നപ്പം ഇത് മൂടി വരെ പോയതാണ്. ആടൊക്കെ നിൽക്കുന്ന വേണ്ട, ഒന്ന് അവിടെ ഉണ്ട്, ഒരാളിതാ ഇവിടെ ഉണ്ട്. ഗാർഡും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ആളെയൊന്നും താഴോട്ട് ഇറക്കാൻ സമ്മതിക്കൂല, കാരണം അത്രയും ഡേഞ്ചറാണ്. ഈ പാറയൊക്കെ എന്ന് പറഞ്ഞാൽ തിരമാല ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ പാറയിൽ ചെന്ന് തലയടിക്കും, മരിക്കും. ഇനി എത്ര നീന്താൻ അറിയാന്ന് പറഞ്ഞാലും നമ്മളെ തല നടിച്ച് മരിക്കണതാണ് കൂടുതൽ സംഭവിക്കുന്നത്. അല്ലാതെ വെള്ളം കുടിച്ച് മുങ്ങി മരിക്കണതൊക്കെ കുറവായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങോട്ട് പോകുമ്പോൾ പാറകളൊക്കെ പൊങ്ങി നിൽക്കണേണ്ട. എല്ലായിടത്തും ഇതുണ്ട്. നമ്മൾ ഈ ബോട്ടിൽ പോണ സമയത്ത് നമുക്കത് മനസ്സിലാവും. പാറയിൽ അടുത്തൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. മണ്ഡപത്തിന്റെ അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിലും സൺസെറ്റ് കാണാൻ പറ്റും. ബട്ട് സൺസെറ്റ് നമുക്ക് ആ ടവറിന്റെ മുകളിൽ കയറിയിരുന്ന് കാണണല്ലേ നല്ലത്. നമുക്ക് അങ്ങോട്ട് പോയാലോ ഇനി. ഇപ്പം കാറ്റ് ചെറുതായിട്ട് അടിച്ചു തുടങ്ങി. കുഴപ്പമില്ല, ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. കുറേ പേര് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ പുള്ളിങ്കോ ടീഷർട്ടുകളൊക്കെ 100-200 ഉള്ളു ഗൈസ്. അല്ലേ, എന്തൊരു കളർഫുൾ സാധനങ്ങളുടെ. ഇല്ലാത്ത കളറില്ല. കച്ച് വേനലിൽ 12 അല്ല ഗൈസ്, 36 കളറുണ്ട് ഇവിടെ. അതൊക്കെ എന്തൊരു സാധനം ഇവിടെ. നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് ഗൈസ്. തിരക്കായി തുടങ്ങി കേട്ടാ. സൺസെറ്റ് ആവാറായപ്പം തിരക്കായി തുടങ്ങി. 50 രൂപയാണ് ഗൈസ് ഒരു കുതിര സവാരിക്ക്. 3x കേട്ടോ റെക്കോർഡ് ചെയ്യണേ. ഒരു ചേച്ചി പേടിച്ച് കയറുകയാണ് ഗൈസ്. ബൈക്കിൽ കയറും പോലെ കയറാനാണ് ആ ചേട്ടൻ പറയണത്. ചേച്ചി തുല്ലിട്ട് രാജിവെച്ചു. 2 പയ്യന്മാരെ അതിന് കയറ്റി. തല 1-25 പരിപാടി കൊള്ളാം കേട്ടോ. ദിസ് ഈസ് ബിസിനസ്. പിള്ളേരൊക്കെ ജാടി അടിച്ചു പോണ്. ചിരി വയ്ക്കാണ്. ചേച്ചി പോയി, പേടി മാറി കേട്ടോ. ഞാനങ്ങനെ വ്യൂ ടവറിനകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞു ഗൈസ്. ഇത് നടന്ന് പോയാൽ നമുക്കവിടെ വ്യൂ ടവറാണ്. സൺ അവിടെ എത്തി. 5:30 മണിയായി. 6 മണിയൊക്കെ കഴിയുമ്പോൾ ആശാൻ താഴെ എത്തും. നമുക്ക് അവൻ അവിടെ നിന്നുകൊണ്ട് നമുക്ക് അവൻ അസ്തമിക്കുന്നത് കാണാം ഗൈസ്. കടലൊക്കെ ഈ തിരയൊക്കെ ഇരമ്പിക്കൊണ്ട് വരികയാണ്. പണി അടക്കണം, ഏറ്റി വിടൂലടെ. ആള് മുകളിൽ നിൽപ്പുണ്ട്. എന്തായാലും പോയി നോക്കാം. ഗൈസ്, അഡൽട്ട് ടിക്കറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 15 ആണ്. പണി നടക്കുന്നതാണ്. ഇതാ ഇവിടെ കമ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ കയറി കാണുക എന്നാണ് തമിഴ്നാട് സർക്കാർ പറയുന്നത്. കൊള്ളാം, കുഴപ്പമില്ല. ഇപ്പോൾ അവിടെ സൂര്യൻ അവിടെ എത്തി. നമുക്ക് മുകളിൽ കയറിയിട്ട് ഷൂട്ട് ചെയ്യാം. ഓക്കെ, പൈസ കൊടുത്ത് മകളെ കയറിയത് പണി കിട്ടിയാന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. സൂര്യൻ മേഘത്തിന്റെ പുറകിൽ പോയി. അവിടെ നിന്നൊരു ചെറിയ വെട്ടം അവിടെ ഓറഞ്ച് കളറിൽ താഴെ അടിക്കുന്നുണ്ട്. ഇവിടെ ആയിട്ട് അതിന്റെ നേരെ മുകളിൽ സൂര്യനുണ്ട് ഗൈസ്. ആ സൂര്യൻ താഴോട്ട് വരുമോ എന്ന് നമുക്ക് നോക്കാം.
സൂര്യാസ്തമന സമയത്ത് കന്യാകുമാരിയുടെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ ദാ അവിടെ സൂര്യ അസ്തമിക്കാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. മേഘത്തിന്റെ പുറകിലായി പോയി ആശാൻ. താഴെ നിന്ന് ടിക്കറ്റ് എടുക്കണവരെ മേഘത്തിന്റെ മുകളിലായിരുന്നു, ഇപ്പൊ മേഘത്തിന്റെ പുറകിൽ പോയി. അവിടെ നിന്ന് കിരണങ്ങൾ താഴോട്ട് വരുന്നത് കണ്ടോ? ഇപ്പൊ നോയിക്കോ, അവിടെ നിന്ന് ആശാൻ വെളി ചാടും. ഞാനിപ്പം നോയിസ് ക്യാൻസലേഷൻ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഭയങ്കര കാറ്റ് കാരണം ഒന്നും കേൾക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് ഒരു വ്ളോഗ് ചെയ്തപ്പോൾ ഭയങ്കര നോയ്സ് ആയിരുന്നു, അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. ഇപ്പൊ എന്റെ മുഖത്ത് നല്ലപോലെ കാറ്റടിക്കുന്നുണ്ട്, ബട്ട് നിങ്ങൾക്ക് ആ കാറ്റിന്റെ സൗണ്ട് കേൾക്കില്ല ഗൈസ്. കാണുന്നതാണ് കന്യാകുമാരിയിലെ ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞത്. കുറച്ച് കഴിയുമ്പോൾ ഒരു 6 മണി കഴിയുമ്പോൾ ആ ലൈറ്റ് പതുക്കെ ഓണാവുന്നതാണ്. ഓണാവുന്ന സമയത്ത് അവിടെ നിന്ന് ലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാം അടിപൊളിയായിട്ട് ആ ഒരു ഈ പ്രകാശത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഒരു ദിവസത്തെ ഷൂട്ടിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പോരായ്മയായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ, ഒന്ന് ടൈം ലാപ്സിൽ നമുക്ക് ഡ്യൂറേഷൻ അറിയാൻ പറ്റില്ല, നമ്മൾ എത്ര നേരം ഷൂട്ട് ചെയ്തു എന്നുള്ള അറിയാൻ പറ്റില്ല. എനിക്കൊരു 15 സെക്കൻഡിന്റെ ഫുട്ടേജ് മതിയായിരുന്നു ഓരോന്ന് കാണിക്കാനായിട്ട്. ബട്ട് എനിക്കത് കാണിക്കാനായിട്ട് ഞാൻ കുറേ നേരം ഇരുന്ന് ഷൂട്ട് ചെയ്ത് വെച്ചോണ്ടിരുന്നു. ഇനി സമയം കൂടുതൽ വേണ്ടി വരണമെങ്കിലാന്ന് പറഞ്ഞ് സാംസങ്ങിലാണെന്നുണ്ടെങ്കിൽ ആ ഫുട്ടേജിൽ നമുക്ക് എത്ര സമയം നമ്മൾ ഷൂട്ട് ചെയ്തു, അതിൽ എത്ര ടൈം ലാപ്സ് കിട്ടി എന്നുള്ള കാണിക്കും. അതൊരു പോരായ്മയാണ്. രണ്ടാമത്തത് ചാർജ്. ഒരു ദിവസത്തിൽ ഒരു വൈകുന്നേര സമയത്തിനകത്ത് വെച്ച് തന്നെ നമ്മളൊരു ഡേ ഷൂട്ടിനായിട്ട് ഇറങ്ങിയാൽ അത് ചാർജ് തീരും. ഞാൻ പിന്നെ അവിടെ ഒരു ഫുഡ് കഴിക്കാൻ കയറിയതുകൊണ്ട് അവിടുന്ന് ചാർജ് ചെയ്യാൻ പറ്റി. പുറത്തുനിന്ന് നമ്മൾ ഇവിടുത്തെ ഫുഡ് വല്ലതും ട്രൈ ചെയ്യാൻ നിന്നിരുന്നുണ്ടെങ്കിൽ ചാർജിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഭയങ്കര ശോകമായിരുന്നേനെ. എങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഫോൺ മരിച്ചേനെ. അങ്ങനെ ചാർജ് ചെയ്തൊക്കെയാണ് ഇതാ ഇവിടെ ഒന്ന് കയറിയിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പം സൺസെറ്റ് ആവും. സൺസെറ്റ് നിങ്ങൾക്ക് ടൈം ലാപ്സ് കാണിച്ചു തരണോ, വീഡിയോ എടുത്തിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരണോ എന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സൂര്യൻ വന്നാലേ നടക്കുള്ളൂ. ആശാൻ പുറകിൽ കയറി മറഞ്ഞിരിക്കുകയാണ്. നമുക്ക് കണ്ടോ ഹാപ്പി പറയാൻ പറ്റും. ഓക്കെ, ഫോക്കസ് ഫേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് പരിപാടി. ജസ്റ്റ് ഒന്ന് വ്ളോഗ് ചുമ്മാ അടിച്ചെന്നേ ഉള്ളൂ. 14 Pro Maxന്റെ ഒരു ഇത് കാണിക്കാനായിട്ട്. ഞാനിപ്പം 5-6 മാസത്തിന് മുകളിലായി ഇതിപ്പം കറൻ്റ്ലി എൻ്റെ ഷൂട്ടിനെല്ലാം ഞാൻ യൂസ് ചെയ്യണുണ്ട്. അപ്പം സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. 15 Pro Max എടുക്കാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്തായാലും ചൂസ് ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് ലോ ലൈറ്റിൽ അത് ഇച്ചിരി നൈസാണ് ഷൂട്ട് ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ 4K നമുക്ക് അൾട്രാ വൈഡ് 2 പ്ലസ് സൂം നമുക്ക് 15 സീരീസിൽ ചെയ്യാൻ പറ്റും. ഇതിലാണെങ്കിൽ നമുക്ക് 3x ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അൾട്രാ വൈഡ് കൊണ്ടുവരാൻ പറ്റില്ല 4K. അങ്ങനത്തെ പോരായ്മകളാണുള്ളത്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വ്ളോഗിൽ തന്നെ പറയുന്നുമുണ്ട്. അപ്പോൾ അതൊക്കെയുള്ള വിഷയം. എനിക്ക് പോരായ്മയായിട്ട് തോന്നിയത് ആ ഒരു സ്വിച്ചിങ്ങിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ടൈം ലാപ്സ് ഞാൻ അങ്ങനെ വലുതായിട്ട് എടുക്കില്ല, നിങ്ങൾക്ക് ഈ കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ്. അപ്പോഴാണ് ഞാനത് നോട്ടീസ് ചെയ്തത്. അതും ഒരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം. അത്രേ ഉള്ളൂ. അങ്ങനെ 6:15 ആയപ്പോൾ ഇതാ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ടൈം ലാപ്സ് എടുക്കാം അല്ലേ. ഗൈസ്, സൂര്യൻ വരെ നമ്മളെ തേച്ചു ഗൈസ്. നമ്മൾ അനുവാദം കൊടുക്കാതെ നമ്മളെ ആർക്കും തേക്കാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യത്തില്ലേ. അതുപോലെ തന്നെ നമ്മൾ 15 രൂപ കൊടുത്ത് കയറിയതുകൊണ്ടാണ് തേച്ചത്. നോക്കിയാണ് നിങ്ങൾ നേരത്തെ ടൈം ലാപ്സ് കണ്ടില്ലേ, അത് എന്നെ എൻഡ്. അവിടെ നിന്ന് മേഘം മറഞ്ഞു പോയി ഗൈസ്. നല്ല മഴക്കോളുണ്ട്, അതാണ് വിഷയം. അല്ലായിരുന്നെങ്കിൽ നല്ല എറിച്ചടിച്ച് നിന്നേനെ. ഫോണൊക്കെ നല്ല ചൂടാവേണ്ടതാണ്. എവിടെ ചൂട്, എന്ത് ചൂട്. അങ്ങനെ സൺസെറ്റ് ബാക്കി പരിപാടികൾ നോക്കാം. ഓക്കെ, ഇതാണ് സൂര്യൻ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുക ഗൈസ്. സത്യം എത്ര പേരിന്ന് തള്ളക്കി വിളിക്കുമെന്ന് അറിയാമോ സൂര്യനെ. എല്ലാം മരണവനും പോണവനും ചീത്ത വിളിച്ചോണ്ടാണ് പോണത്. പിന്നെ രാത്രി നിങ്ങൾ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ശോകമാണ്. ഇതിപ്പോൾ ഫ്രണ്ട് ക്യാമറയാണ്. രാത്രി വിഷ്വൽസ് ഒക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 15 പ്രോയോ പ്രോ മാക്സോ വാങ്ങിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം 14 Pro ഓർ Pro Max ഈസ് പൊളി ഫോർ വീഡിയോ റെക്കോർഡിംഗ് വ്ളോഗിങ്. 2 പ്രാവശ്യം ചാർജ് ചെയ്യണമെന്നേ ഉള്ളൂ. ആ 2ാമത്തെ പ്രാവശ്യം ചാർജ് ചെയ്യുമ്പോൾ ഇച്ചിരി കടുപ്പമുണ്ടേ. ആ സമയം അത്രയും നമ്മൾ വെയിറ്റ് ചെയ്യണം. മനസ്സിലായ? രാത്രിയുള്ള കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ കാണിച്ചു തരാം. എപ്പടി അൾട്രാവൈഡ് 1x 2x 3x സൂം ചെയ്യുമ്പോൾ കന്യാകുമാരി. ഓക്കെ, ശോകമുണ്ടേ. രാത്രി വിഷ്വലൊക്കെ ഭയങ്കര ശോകമാണ്. കന്യാകുമാരിയിൽ നിന്നും ട്രെയിൻ ഇല്ല ഗൈസ്. ഇനി നാഗർകോവിലൊന്ന് 22 മണിക്ക്, അതായത് 10 മണിക്ക് 10:30 ഒരെണ്ണമുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ബസ് വല്ലതും കയറി അവിടെ പോയിട്ട് പോവാം. എനിക്ക് നിൽക്കാൻ താല്പര്യമില്ല ഗൈസ്. ഇവിടെ ഒന്നും ഇല്ലല്ലോ കാണിച്ചു തരാൻ, കാണാനൊന്നും. അപ്പോൾ ജസ്റ്റ് പോയിട്ട് നമുക്ക് നാളെ ആറ്റുകാൽ പൊങ്കാലയാണ് ഗൈസ്. അപ്പോൾ അവിടുത്തെ വ്ളോഗ് കാര്യങ്ങളൊക്കെ എടുക്കാണ്ട്, ഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ നാളെ ഉത്സവം തീർന്നാണ്, നമ്മളെ പയ്യന്മാരെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ നാളത്തെ വ്ളോഗ് അതാണ് ഗൈസ്. നമുക്കിനി ഇതെന്തിനാണ് നോക്കട്ടെ, ഇന്ന് കിട്ടോ ഇല്ലയോ നോക്കാം. അവിടെ പോയി നോക്കാം. സീറ്റ് ഉണ്ടായിരുന്നു, ഞാൻ ബുക്ക് ചെയ്തില്ല. ഇവിടെ നിന്ന് പോകുമ്പോൾ ഇനി എത്ര മണിയാവും അറിഞ്ഞൂടാ. എന്തായാലും 1/2 മണിക്കൂർ യാത്രയാണ്, നമുക്ക് എന്തായാലും നോക്കാം. അതുകൊണ്ട് ചന്ദ്രൻ കണ്ടാ ഗൈസ്, വാവ്. ചന്ദ്രനെ പറഞ്ഞോണ്ട് അവിടെ സൂര്യൻ ഒന്ന് അസ്തമിച്ചിരുന്നെങ്കിൽ നമുക്ക് വീഡിയോ എങ്കിലും എടുക്കായിരുന്നു. ബസ്സിൽ കയറി ഇവിടെ നിന്ന് നാഗർകോവിൽ ജംഗ്ഷനിൽ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ട്രെയിനുണ്ട്.
ആ ട്രെയിനിൽ പോവാം. എത്ര രൂപ നോക്കാം. ഇവിടെ നിന്ന് അരമണിക്കൂറാണ് ഡ്രൈവ് ഉള്ളത്. ഏറ്റവും ബാക്കിലാണ് കഴിച്ചിരിക്കുന്നത്. കുറേ നാളായി തമിഴ്നാട്ടിലെ ബസ്സിൽ കയറിയിട്ട്. സെറ്റല്ലേ? ടിക്കറ്റ് കാണിച്ചു തരാമേ. ഇതാണ് ടിക്കറ്റ്. 21 രൂപയാണ് കന്യാകുമാരിയിൽ നിന്നും നാറൂല് വരെ പോകാനായിട്ടുള്ളത്. കൺജസ്റ്റഡ് ആണ് ഗൈസ്. അപ്പോൾ ഇവിടെ നിന്നൊരു ചേട്ടൻ്റെ അടുത്താണ് ഞാൻ ചോദിച്ചത് ബസ് വരുമ്പോൾ പറയണേന്ന്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പറ്റൂല, വേറൊരു അക്ഷരത്തിലും ഇല്ല, ഉള്ളിൽ തമിഴാണ്. കൊള്ളാം. കാണുന്ന ബോർഡ് കണ്ടോ ഗൈസ്, നാർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ആ ബസ് അങ്ങ് പോയി. എൻ്റെ അമ്പോ അതിനകത്ത് ആടി ബഹളം. ഒരുത്തൻ അവ അറിഞ്ഞില്ല, കണ്ടക്ടറിനെ സപ്പോർട്ട് ചെയ്തതാണ്. ആ സപ്പോർട്ട് ചെയ്തവനെ തള്ളക്കും വീളി. എൻ്റെ അമ്മോ, നിന്നെ ഞാൻ വലിച്ചെടുത്ത് താഴെ അടിക്കടാ, പട്ടി വെള്ളം കുടിക്കടാ, നിന്റെ മുഖത്ത് നോക്കി എന്നൊക്കെ പറഞ്ഞോണ്ട് ഒരേ ബഹളം. ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടാകുന്നോ? ഇവിടെ 100 കിലോമീറ്റർ നടക്കാണ്ടെന്നാണ് പറഞ്ഞത്. ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്താണ് ചോദിച്ചത്. അപ്പം അങ്ങനെ ചാടി വണ്ടി എടുക്കാൻ പോയി നമ്മൾ വേണ്ട നടന്നു നോക്കിക്കോളാന്ന് പറഞ്ഞു. ഇവിടെ ആഗ്രയിൽ നമ്മൾ നടന്ന് പിച്ചേക്ക് ചെയ്തേക്കുന്നത്. പിന്നെയാണ് തമിഴ്നാട്ടിലല്ലേ ഗൈസ്. നമ്മളൊരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് ഗൈസ്. ഈ വണ്ടി തൊട്ട സെപ്റ്റിക്കാണ്, കുഴപ്പമില്ല. താങ്ക്സ് അണ്ണ. ഈ വണ്ടിയാണ് എനിക്ക് ലിഫ്റ്റ് ചെയ്യുന്നത് ഗൈസ്. നമ്മൾ നാർകോവിൽ ജംഗ്ഷൻ. കോയിലല്ലേ, കോയിലെന്ന് എഴുതി ഇങ്ങനെ കോവിലെന്നാണ് വായിക്കുന്നതെന്ന് തോന്നുന്നു. എന്തോ അറിയുന്നുള്ളൊരു പറ ഗൈസ്. ഇത് വലിയ സ്റ്റേഷൻ ഉണ്ട്. കന്യാകുമാരി സ്റ്റേഷനേക്കാളും ഉടുക്കത്തെ വലിയ സ്റ്റേഷൻ. കൊള്ളാല്ലേ. നമുക്ക് അകത്ത് കയറി ടിക്കറ്റ് ഉണ്ടോ നോക്കാം. എന്തായാലും IRCTC ആപ്പിനകത്ത് സ്ലീപ്പർ ഒരു 6 ടിക്കറ്റും മറ്റേതൊരു 10-15 ടിക്കറ്റും ഉണ്ടായിരുന്നു. ചേർക്കാറ് 2S കേട്ടോ, ലോക്കല്. അപ്പോൾ നമുക്ക് അകത്ത് കയറിയിട്ട് ടിക്കറ്റ് ഇവിടെ കിട്ടൂല്ലെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം. ഓക്കെ. 3 മണിയായി. 22 മണിക്കാണ് ട്രെയിൻ ഉള്ളത് കേട്ടോ. ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഗൈസ്. ഇതാണ് നമുക്ക് പോകാനുള്ള വണ്ടി എന്നാണ് തോന്നുന്നത്. ഞാൻ ടിക്കറ്റ് പോയി എടുത്ത് നോക്കട്ടെ. ഓക്കെ ഗൈസ്, 10:30ക്കാണ് ട്രെയിൻ ഉള്ളത്. 45 രൂപയാണ് ടിക്കറ്റിന്. നമുക്ക് അവിടെ നിന്ന് ഇതുവരെ 20 എത്രയായെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. അപ്പോഴേ ഏകദേശം ഒരു 60 രൂപ അവിടെ നിന്ന് നമുക്ക് ട്രിവാൻഡ്രം വരെ പോണേന്. ഇങ്ങോട്ട് വന്നപ്പോൾ 50 രൂപയാണ് ആയത്. ഇത് തന്നെ ഗൈസ് ട്രെയിന്. 10:30 എടുക്കുള്ളൂ. നമുക്ക് അതുവരെ ഇപ്പം ഒന്ന് ചാർജൊക്കെ ചെയ്തിട്ടിരിക്കാം. ചാർജ് വീണ്ടും 20% ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് 80-ന് താഴെ എപ്പോഴും എത്രയാണെങ്കിലും ടപ്പനെ കുറയും. 100% എപ്പോഴും ചാർജ് ചെയ്യണതാണ് ഇതിൻ്റെ ഒരു 1 ഡേ യൂസിന് ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ചാർജ് ചെയ്തിട്ട് കാണാം. ഓക്കെ. നമ്മളങ്ങനെ ചാർജ് ചെയ്യാൻ വെച്ചപ്പോൾ വേറെ ബ്രിക്കുകൾ ഇവിടെ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കൊരു പ്രത്യേക സ്ഥാനം കിട്ടി. അവരങ്ങനെ ഇങ്ങനെയൊക്കെ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. പാവം. ഫസ്റ്റ് ഞാനാണ് കൊണ്ടുവച്ചത്. അപ്പോൾ അവർ ഇപ്പം ഫുള്ളായിട്ട് വെക്കാൻ പറ്റൂല, വലിയ ബ്രിക്കുകളാണ്. ബ്രിക്കുകളൊക്കെ ചെറുതാക്കണം. പിന്നിൻ്റെ അത്ര സൈസുള്ള ബ്രിക്കുകൾ വെച്ചാൽ ഇതുപോലെ ഒരു ഇതിൽ തന്നെ ഇരിക്കും. നൈസല്ലേ. അങ്ങനെ 12 മണിക്ക് വരേണ്ട വണ്ടി 12:30 കഴിഞ്ഞപ്പോൾ എത്തി ഗൈസ്. ഇതാണ് നമ്മൾ വന്ന വണ്ടി. സെക്കൻഡ് ക്ലാസ്സിൽ വലിയ തിരക്കില്ലായിരുന്നു. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് തിരക്ക് തുടങ്ങും. ഇതൊക്കെ പൊങ്കാലയ്ക്ക് വന്നിറങ്ങിയ കുറേ ടീംസ് ഉണ്ട്. വിറവും ചൂട്ടുമൊക്കെ കൊണ്ട് അവിടെ നിന്നേ വന്നത് കുറേ ഉണ്ട്. അപ്പം നല്ല തിരക്കുണ്ട് കേട്ടോ സ്റ്റേഷനിൽ. പുറത്തിറങ്ങിയാൽ ഒച്ചപ്പാടും ബഹളവും വരും. പിന്നെ മൈക്ക് ഓർഡർ 10 മണി വരെ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ വലിയ കലിപ്പില്ല. 10 മണിക്ക് ശേഷം അവന്മാർ ഓഫ് ചെയ്തോളൂ. അതൊന്നും സീനില്ല. അപ്പോൾ നമുക്ക് വെളിയിലിറങ്ങാം. ഗൈസ് തിരക്ക് കണ്ട, ആറ്റുകാൽ പൊങ്കാല. അതാണ് ഗൈസ് ഇവിടുത്തെ മെയിൻ. ഐ ലവ് ട്രിവാൻഡ്രം. എൻ്റെ ട്രിവാൻഡ്രമേ ഞാൻ എത്തി. എന്ത് തിരക്ക്. എൻ്റെ തിരുവനന്തപുരം ഇങ്ങനെ അല്ല. ഒരു വെള്ള വെട്ടമുള്ള വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? നോക്കണ ആൾക്കാർ കിടക്കണ നോക്കിയാണ്. എൻ്റെ പൊന്നി. ഇവരൊക്കെ ആഗ്രഹങ്ങൾ ദൈവം സാധിച്ചു കൊടുക്കട്ടെ. പയ്യാ ചിന്നപ്പയ്യാ ആശാരേ. ഹെൽമെറ്റ് എടുത്തില്ലല്ലോ. ഞാൻ ബാഗിനകത്ത് തല ഇട്ടാ ക്യാമറ ഇറങ്ങി നടക്കാം. ഗൈസ് പോട്ടാ ഗൈസ്. ഇനി വയ്യ, നേരെ പോണം. ബാക്കി പരിപാടിയൊക്കെ പിന്നെ. ഇനി അടുത്ത് എവിടെ പോകണമെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. നമുക്ക് എങ്കിലും ഫോണെ കൊണ്ട് എവിടെയെങ്കിലും പോവാം. അപ്പൊ ശരി, ടാറ്റ. ഇനി പോയിരുന്നതിന് കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്താലും നാളെ വൈകുന്നേരം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. നാളെ ആറ്റോ പൊങ്കാല വീഡിയോ എടുക്കാൻ വരണം. അപ്പൊ ശരി, അടുത്ത വീഡിയോ കാണാം. നീ എന്നെ ബ്ലിപ്പ് അടിച്ചോ. ഇതിന്റെ പയ്യൊന്നും ഇല്ല. ഇവിടെ പരിപാടികൾ കേട്ടാ.
ക്യാമറ നിർത്തണേ. ഗാനമേള ഗാനമേള. കോപ്പിറൈറ്റിന്റെ കാലമാണ്. പാട്ട് പാടുന്നതിന് കോപ്പിറൈറ്റ് അടിക്കും. ആരുടെയോ വാഴമീനക്ക് വിളക മീനക്ക് കല്യാണം പാട്ടുണ്ടായിരുന്നു. ഉത്സവം എന്നൊക്കെ പറഞ്ഞ വേറെ വൈബാണ്. ഡാൻസ് മാത്രമെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ ഹാജി ഏരിയയിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ഹാജി ഏരിയയിൽ നമുക്ക് ജ്യൂസ് എന്തെങ്കിലും കുടിച്ചിട്ട് മടങ്ങാം. ഒരു പോർട്രേറ്റ് ഫോട്ടോ എടുത്ത് തരട്ടാ. പോർട്രേറ്റ് എടുത്ത് തരട്ടാ. കൊള്ളാം. ഫാസ്റ്റിന് പറഞ്ഞത് ആദ്യമായിട്ടാണ് ഞാൻ കണ്ടത് ഗൈസ്. എന്തൊരു ഫാസ്റ്റല്ലേ. ഇപ്പൊ ഓർഡർ ചെയ്ത് അങ്ങോട്ട് പോയേ ഉള്ളൂ. അടിച്ച് വെച്ചിട്ട് തന്നോടാണ്. എന്തായാലും കൊള്ളാം. ഇതാണ് ഗൈസ് മിക്സഡ് ഫ്രൂട്ട് ഐസ്ക്രീമും ചോക്ലേറ്റ് എന്താ ഫലൂഡ. 25 FPS ഇതിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഫ്ലിക്കറിംഗ് ഉണ്ട് ലൈറ്റ്. അതുകൊണ്ട് 25 FPS PAL മോഡലാണ് എടുക്കുന്നത്. സോ നോ ഫ്ലിക്കറിംഗ്. ഞാനിത് എടുക്കട്ടെ? മതിയല്ല? ഇതിന്റെ ഫോട്ടോ മതിയല്ല? മതിയല്ല? ഞാൻ ട്രൈ ചെയ്യാൻ പോണു ഗൈസ്. എന്നെ കൊണ്ട് കൈ എത്തിക്കല്ലേ. ഈ ഒരു മുമ്പിൽ താഴെ പോയി. എനിക്ക് ഫ്രൂട്ട് സലാഡ് കഴിച്ച് ശീലമില്ല ഗൈസ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മധുരം കഴിക്കാറില്ല. ബട്ട് ഇനി അങ്ങനെയല്ല. കുറച്ച് ദിവസത്തേക്ക് ഞാൻ മധുരമൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ കഴിക്കത്തില്ലായിരുന്നു. അത് കഴിച്ചോളാം. മോനാണ് ഐസ്ക്രീം നമ്മൾ ഉണ്ടാക്കുന്നത് തോന്നണിയാ. പണ്ട് അമ്മ വീട്ടിൽ ഉണ്ടാക്കുമായിരുന്നു ഐസ്ക്രീം. ആ ഒരു ദിവസം എടാ ഉമ്മ ഐസ്ക്രീം ആളിയാ ഒരു വീട്ടിലുണ്ടാക്കണോ നോക്കാൻ ചോക്ക്. അല്ല ചോക്ലേറ്റ്. എനിക്ക് ഫലൂഡ ഇഷ്ടമില്ല. മറ്റേ സിനിമയിൽ അവള് മറ്റേ കൂതറ സിനിമയിൽ ചായ പറയട്ടെ, വേണ്ട ഫലൂഡ മതി, ഫലൂദ മതി. കുളിച്ചിട്ട് വരാം. എന്തായാലും നമ്മൾ പരിപാടി നിർത്തണം ഗൈസ്. വീട്ടിൽ പോകണം. വയ്യ. അവിടെ കിടന്ന് കറങ്ങാൻ വയ്യ. ഇനി വീട്ടിൽ പോയിട്ട് എഡിറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ശരി ഗൈസ്, ടാറ്റ.